ഹായ് ഫ്രണ്ട്സ്, പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബോട്ടിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാകും, ഇല്ല എങ്കിൽ പറയാം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഫിഷ് അമിനോ ആസിഡ് ഇട്ട് വെച്ചില്ലേ? കുറച്ച് മീനും ശർക്കരയൊക്കെ ഉപയോഗിച്ച് ഒരു ബോട്ടിലിനുള്ളിലേക്ക് അടച്ചു വെച്ചിരുന്നില്ലേ? അതാണ് ഇത്. 20 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ബോട്ടിൽ തുറന്നു നോക്കുന്നത്. ഈ ബോട്ടിലിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, മീനൊന്നും അധികം അതിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടില്ല. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തെളിഞ്ഞ മീനിനെ കാണാൻ പറ്റും. മീനും ഞാൻ കട്ട് ചെയ്തല്ല ഇട്ടത്, അതുകൊണ്ട് തന്നെ മുഴുവനായി തന്നെ മീൻ കിടപ്പുണ്ട്. പക്ഷേ എന്നാലും അതിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം ഇറങ്ങിയിരിക്കുന്നതായി കാണാം. കാറ്റൊരല്പം പോലും കയറാത്ത രീതിയിലേക്ക് നല്ല രീതിയിലാണ് നമ്മളിത് അടച്ചു വെച്ചിരുന്നത്. ഇതിനകത്ത് തന്നെ അതുകൊണ്ട് ഒരു പുഴു പോലും വന്നിട്ടില്ല. വളരെ നീറ്റായിട്ട് നമ്മൾ മീനൊക്കെ ഉണക്കായിട്ടിരിക്കുന്ന മീനിൻ്റെ ആ ഒരു രൂപത്തിലാണ് കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയ എന്താ പറയുക, സ്മെല്ലൊന്നുമില്ല, അതായത് നാറ്റുമൊന്നും അധികമില്ല. ഈ അടുത്ത് വെച്ചിരിക്കുന്ന കമ്പുണ്ടല്ലോ, അല്ലെങ്കിൽ വടി, ഇതാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ ഇന്നത്തെ ആയുധം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ മീനിനെ അതിലേക്ക് കൂടുതൽ അലിയിച്ച് ചേർക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ നേരത്തെ കട്ട് ചെയ്തിട്ടിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ അലിയുമായിരുന്നു. പക്ഷേ എന്നാലും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട ഒരു പ്രോസസ്സ് ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിടേണ്ട കാര്യമൊന്നുമില്ല. ഈ നല്ല ഇത്തിരി കട്ടിയുള്ളൊരു കമ്പ് വെച്ച് നല്ല രീതിയിൽ ഇതിലേക്ക് അലിയിച്ച് ചേർക്കാവുന്നതാണ്. ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അലിയിച്ച് ചേർക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഭയങ്കര സ്മെല്ലാണോ, മാസ്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? പക്ഷെ മാസ്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അത്രമാത്രം സ്മെല്ലൊന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ ഇതിന് മണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായ ആസ്വദിക്കത്തക്ക മണവും അല്ല. ഇതിന് നിറം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തരം ശർക്കരയും ഒക്കെ അലിഞ്ഞു ചേർന്നുകൊണ്ട് തന്നെ ഒരു തേനിൻ്റെ ഒരു ചെറിയൊരു നിറം, അല്ലെങ്കിൽ നമ്മുടെ പുളിയുണ്ടല്ലോ, പുളിയൊക്കെ ഇരുന്നിരുന്ന് വരുന്ന ആ ഒരു നിറം, അതൊക്കെ ചേർന്നൊരു നിറമാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ മീനിൻ്റെ അത്രമാത്രം സ്മെല്ലില്ല, എന്നാൽ ശർക്കരയുടെ ഒരു ചെറിയൊരു ലാഞ്ചനം ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്മെല്ല് വന്നിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് ഒന്നുകൂടി നന്നായി എയർ ടൈറ്റ് ചെയ്ത് നന്നായി അടച്ചു വയ്ക്കുക. ഇത് ഇപ്പോഴും പ്രോസസ്സൊന്നും ആയിട്ടില്ല, ഇനിയും കുറച്ചധികം ദിവസങ്ങളെടുക്കും. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. ഫിഷ് അമിനോ ആസിഡിൻ്റെ രണ്ടാമത്തെ പാർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടവർക്കെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. വീഡിയോ മുഴുവനായി ഇടാത്തതിന് കാരണം ഫിഷ് അമിനോ ആസിഡ് അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്.